everybody. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ITL World Junior Idol Season 2 ന്റെ ഇന്നത്തെ ഈ കളർഫുൾ ആൻഡ് ഗോർജിയസ് എപ്പിസോഡിലേക്ക് സ്വാഗതം. ITL World Junior Idol Season 2. ITL World Junior Idol Season 2 ന്റെ ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് ബിഗിൻ ചെയ്യാം. അതിനു മുമ്പായി let's welcome our favorite judging panel, Vijay Bal, Rimi Tommy and Anup Shankar. ITL World Junior Idol Season 2 ന്റെ സെമി ഫൈനൽ സ്റ്റേജ് ഓഫ് കോമ്പറ്റീഷൻ ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ എപ്പിസോഡിലെ ഫസ്റ്റ് പെർഫോമൻസ് മലയാളത്തിന് സ്നേഹപൂർവ്വം റൗണ്ടിലാണ്. ഈ റൗണ്ടിൽ പെർഫോം ചെയ്യാൻ വേദിയിലേക്ക് വരുന്നു ഗ്രീഷ്മകുട്ടി. ലെറ്റ്സ് ഹിയർ ഇറ്റ് ഫോർ ഗ്രീഷ്മ. ഹായ് ഗ്രീഷ്മ. ഹായ്. ബ്ലാക്ക് ആൻഡ് ബ്ലാക്ക് ഡ്രസ്സൊക്കെ ഇട്ട് വന്ന് സുന്ദരിയായിരിക്കുകയാണ്. ഏത് സോങ്ങാണ്? ഞാൻ കാട് എന്നുള്ള ഫിലിമിലെ ഏഴിലും പാലപൂത്തു എന്നുള്ള പാട്ടാണ്. നല്ല സോങ് സെലക്ഷൻ, നന്നായിട്ട് പാടുക. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.
ഗ്രീഷ്മ. നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു ഗ്രീഷ്മ, നന്നായിട്ട് പാടി. ഇനി നമുക്ക് കമന്റ്സ് അറിയാം. ബിചേട്ടാ. ഗ്രീഷ്മ, ഹായ് സർ. വളരെ വെറൈറ്റി ആയിട്ടുള്ളൊരു സോങ്ങാണ് മലയാളത്തിൽ. ഇത് വേദ്പാൽ വർമ്മ എന്ന് പറയുന്ന ഒരു മലയാളിയല്ലാത്ത ഒരു സംഗീത സംവിധായകൻ ചെയ്ത പാട്ടാണ്. വളരെ മനോഹരമായിട്ടുള്ളൊരു പാട്ടാണ്, കോമ്പോസിഷനാണ്. ഇത് നമ്മൾ കുറച്ചൊരു ആ സമയത്ത് ഒരുപാട് രാഗ ബേസ്ഡ് ആയിട്ടുള്ള പാട്ടുകളും ഒക്കെ നിറഞ്ഞിരുന്ന സമയത്ത് കുറച്ചൊരു വെസ്റ്റേൺ ഇൻഫ്ലുവൻസ് ഉള്ള ഒരു പാട്ടാണിത് ശരിക്കും. പിന്നീട് ജെറി അമൽദേവ് ഒക്കെ ഒരുപാട് ആയിരം കണ്ണുമായൊക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇത് എന്നാൽ ഭാഷാപരമായിട്ട് കൃത്യമായിട്ട് മലയാളിയായിട്ട് നിൽക്കുകയും മ്യൂസിക്കലി കുറച്ചൊരു യൂണിവേഴ്സൽ ഫീൽ കൊണ്ടുവരികയും ചെയ്ത ഒരു പാട്ടാണ് ശരിക്കും ഏഴിലം പാല പൂത്തു. മനോഹരമായിട്ട് മോള് പാടി മോളെ കേട്ടോ. പിന്നെ പിയാനോയുടെ ഫ്ലൂട്ടിൻ്റെയും സപ്പോർട്ടോടുകൂടി അതിമനോഹരമായിട്ടുള്ളൊരു അനുഭവമായി ഈ പാട്ട്. മോൾക്ക് കുറച്ച് പ്രശ്നങ്ങൾ പറ്റിയത് അനുപല്ലവിയും ചരണത്തിൻ്റെ തുടക്കത്തിലുള്ളൊരു പ്രശ്നങ്ങളാണ്. അത് എത്തിയില്ല. പിന്നെ മോളുടെ കുറച്ച് അത്രയും നേരം വളരെ ഫീൽഫുള്ളായിട്ട് പാടിയിരുന്ന മോള് അവിടെ എത്തിയപ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് പരിങ്ങി. അത് മുഖഭാവത്ത് നിന്ന് നമുക്കത് അറിയാൻ പറ്റുന്ന പോലെ ആയിപ്പോയി. അതിൻ്റെ ചരണത്തിൻ്റെ തുടക്കം ഒന്ന് പാടും രണ്ടുപേരി. അവിടെ കുറച്ചുകൂടി മൊന്നല്ല ഇന്നും ഒന്ന്. എത്തിയില്ല, അവിടെ ആ നോട്ട് എത്തണം കേട്ടോ. അങ്ങനെ ആയിപ്പോയി. അതെ, എൻ ഹൃദയം തപസ്സിരുന്നു അങ്ങനെയാണ്. അവിടെ കുറച്ച് വലിവ് നോട്ട് എത്തിയോ സംശയം പോലെ. നമുക്ക് സംശയം ഉണ്ടായിരുന്നില്ല, പക്ഷെ ഞങ്ങൾക്ക് തോന്നി സംശയം ഉണ്ടോ എന്നുള്ളത്. അങ്ങനെയുള്ള കുറച്ച് പോർഷൻസിൽ ചെയ്തു. എന്നാലും വളരെ ഫീൽ അത് വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു കേട്ടോ. ഗ്രീഷ്മക്കുട്ടി, ഹായ് ചേച്ചി. എന്തുണ്ട് വിശേഷം? സുഖമായിരിക്കുന്നു. പിയാനോ വീട്ടിലോട്ട് കൊണ്ടുപോകാൻ തോന്നുന്നുണ്ടോ? വില ചോദിച്ചു എന്ന് തോന്നുന്നു ചെറുതായിട്ട്. വീട്ടിലുണ്ട്, ഞാൻ വായിക്കാറില്ല. എന്താ വീട്ടിലുണ്ട്. ഇത് ഇതുപോലെ തന്നെ അതാണോ നോക്കി കഴിഞ്ഞത്? അല്ല, എനിക്ക് അറിയില്ല അത്രയ്ക്കൊന്നും വായിക്കാൻ. വീട്ടിലൊരു രസത്തിന് വേണ്ടി മേടിച്ച് വെച്ചിട്ടുണ്ട് എന്തായാലും അല്ലെ, ഒരു ഇഷ്ടം കൊണ്ട് അല്ലേ. ആരാണെങ്കിലും ഒന്ന് ആഗ്രഹിച്ച് ഒരു ഇൻസ്ട്രുമെന്റ് അറിയായിരുന്നെങ്കിൽ അതപ്പം നമ്മൾ തന്നെ വായിച്ച് ഇതുപോലെ ഏകാന്ത സന്ധികളിൽ നിന്നെ ഓർത്തു ഞാൻ കരഞ്ഞു എന്നൊക്കെ പറഞ്ഞ പോലെ നമുക്ക് വായിച്ചിരുന്നത് പാടാമായിരുന്നു. എന്നോട് പണ്ടൊരു സുഹൃത്ത് എന്നോട് ചോദിച്ചിട്ടുണ്ട്, ചേട്ടാ ഈ വയലിൻ വായിക്കാൻ പഠിക്കാൻ എത്ര നാൾ വേണം എന്ന് ചോദിച്ചു എന്നോട്. അപ്പോൾ ഞാൻ പറഞ്ഞു അതങ്ങനെ നാളെ അങ്ങനെ കണക്കാക്കാൻ പറ്റില്ല, കുറച്ച് വർഷങ്ങൾ എടുക്കും അത്. പിന്നെ എന്തോരം പഠിക്കുന്നതോറും അത് കൂടുതൽ, എന്തോരം പ്രാക്ടീസ് ചെയ്യുന്നതോറും കൂടുതൽ ഉറയ്ക്കും അത്. അല്ല ചേട്ടാ ഈ ജനലിൻ്റെ ഒക്കെ അടുത്തിരുന്നിട്ടേ ഇങ്ങനെ വായിക്കൂലേ സിനിമയിലെ, അതിന് എത്ര നാളെടുക്കുന്നു? ചിലർ ഈ ഇൻസ്ട്രുമെൻസിനെ വിലയിരുത്തുന്നൊരു പരിപാടി. അത് നമുക്ക് ആർട്ടിസ്റ്റ് വായിക്കണ കണ്ട നമ്മൾ ഓർക്കും ഇത് സുഖമായിട്ട് വായിക്കാമല്ലോ, പക്ഷെ അതിൻ്റെ പിന്നിലുള്ളൊരു അധ്വാനവും സാധനയും വളരെ വലുതാണ്. പാട്ട് നല്ല ഫീലോട് കൂടി പാടി. ഫീൽ രാജകുമാരി, ഫീലി എന്നാണല്ലോ എല്ലാവരും വിളിക്കുന്നത്. അങ്ങനെ ഒരു പേര് ഇവിടെ എല്ലാവരും വിളിക്കുന്നുണ്ടെന്ന് തോന്നുന്നു അല്ലേ. അജലിനെയും ഗ്രീഷ്മേനെയും, ഫീലിനും ഫീലിയും. ഇതിൻ്റെ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട സ്ഥലങ്ങൾ, മോള് തകർത്ത് പാടിയ സ്ഥലങ്ങൾ എന്ന് പറയാൻ ആകാശത്താമര. അതെങ്ങനെയായിരുന്നു? ആകാശത്താമര പോൽ ഇൻമടിയിൽ വന്നു വീണു. ആത്മസഖിയൊക്കെ നല്ലൊരു രസമുണ്ടായിരുന്നു. അതേപോലെ ഏകാന്ത സന്ധികളിൽ നിന്നെ ഓർത്ത് ഞാൻ കരഞ്ഞു എന്നൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ തകർക്കും. അതേപോലെ കാണാൻ കൊതിച്ച ആ വരിയൊക്കെ പാടുമ്പോൾ നല്ല രസമുണ്ടായിരുന്നു. ഏകാന്ത സന്ധികൾ അത് ഇഷ്ടമായി. പിന്നെ ഈ പറഞ്ഞ പോലെ വേളിമലയിൽ അതിൻ്റെ പ്ലാൻ കുറച്ച് ഒരു മോക്കന്നെ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. പൂത്തുലഞ്ഞു, തപസ്സിരുന്നു, വിശേഷം പറഞ്ഞ പോലെ. എൻ മനസ്സിൻ, ബാക്കി മനസ്സിലായില്ല. എൻ മനസ്സിൻ എന്നുള്ള ആ വാക്ക് മനസ്സിലായില്ല, എന്തായിരുന്നു? മനസ്സിൽ മലനിരകൾ. എന്താണ്? മലയാണോ? മലനിരകൾ. അത് പാടി കേൾപ്പിക്കണം. ഇപ്പൊ പറഞ്ഞു തന്നാ മതി, പോരാ.
ഈ പാട്ട് നമ്മളിപ്പോൾ സിമ്പിളായിട്ട് തോന്നുമെങ്കിലും ഒരു പ്രത്യേകിച്ച് ആ കാലഘട്ടത്തിൽ താമസിച്ചിരുന്ന ജീവിച്ചിരിക്കുന്ന ആൾക്കാർക്ക് അവരുടെ ഒരു നല്ല പ്രായത്തിൽ കേട്ട പാട്ടെന്ന നിലയിൽ ഈ പാട്ടിനെ പറ്റി പറയുമ്പോൾ ചിലർ കരഞ്ഞുകൊണ്ട് വരെ സംസാരിച്ചിട്ടുണ്ട്. അത്രയ്ക്കും ഹൃദയസ്പർശിയായ ഒരു ഗാനമാണ്, അത്രയ്ക്കും എല്ലാവരുടെയും ഇഷ്ടപ്പെട്ട പാട്ടാണ് ഇത്. ഇന്നത്തെ തലമുറയിലെ ഒരു കുട്ടി എന്ന നിലയിൽ, പ്രതിനിധി എന്ന നിലയിൽ മോള് വളരെ ഭംഗിയായിട്ട് അവരെ തൃപ്തിപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു മികച്ച പ്രകടനം തന്നെ ഈ കുട്ടിയുടെ കാഴ്ചവെച്ചു എന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലമായി ഞാൻ ഉപസംഹരിക്കുന്നു. താങ്ക് യു ചേച്ചി. സോ മിസ് ഫീലി, ഗ്രീഷ്മ ആയിട്ട് അസലായിട്ട് പാടി മോളെ. താങ്ക് യു റാൽഫൻ ആൻഡ് രാജേഷ് ഭയ്യ വൺസ് അഗൈൻ. ഗ്രീഷ്മ, ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു പാട്ടിൻ്റെ ന്യൂനതകളെ മറികടക്കുന്ന ഒരു വിഷയമാണ് ഗായകനോ ഗായികയോ കൊടുക്കുന്ന ഫീൽ ആൻഡ് എക്സ്പ്രഷൻ. അത് എല്ലാ സംഗീത സംവിധായകനും ഒരുപോലെ അംഗീകരിക്കുന്ന ഒരു കാര്യമാണ്. അതായത് നമ്മളൊരു മ്യൂസിക് ഡയറക്ടറെ അടുത്ത് പാടാൻ ചെന്നാൽ, ഐ മീൻ ബി ചേട്ടനും അതിനോട് അംഗീകരിക്കും എന്ന് വിശ്വസിക്കുന്നു. ആസ് എ മ്യൂസിക് ഡയറക്ടർ അവർക്ക് ഏറ്റവും പ്രാധാന്യം അവർ ആവശ്യപ്പെടുന്നത് പല്ലവി പാടുമ്പോൾ തന്നെ അവരുടെ മുഖത്ത് നിന്ന് ഒരുപാട് റിസൾട്ട് നമുക്ക് കിട്ടും അല്ലേ. അതതിൻ്റെ ഫീൽ അവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതിൻ്റെ എക്സ്പ്രഷൻ ആൻഡ് ഫീൽ അത് ഡിമാൻഡ് ചെയ്യുന്നത് കിട്ടിക്കഴിഞ്ഞാൽ അവർ ഹാപ്പിയാണ്. പിന്നെ ബാക്കി കുറച്ച് ശ്രുതി, ഓഫ് കോഴ്സ് ശ്രുതി അമ്മയാണ്, എങ്കിൽ കൂടിയും ഫീൽ ആൻഡ് എക്സ്പ്രഷനാണ് എപ്പോഴും ആസ് എ സിംഗർ മാക്സിമം നമ്മുടെ സിംഗിങ് കരിയറിനെ ഹെൽപ്പ് ചെയ്യുന്ന, അല്ലെങ്കിൽ റെക്കോർഡിങ്ങിൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരു വലിയ വിഷയം. അത് മോൾക്ക് ദൈവം ഇഷ്ടംപോലെ വാരിക്കോരി തന്നിട്ടുണ്ട്. ദാറ്റ്സ് എ ബിഗ് തിങ്. ആൻഡ് പക്ഷേ ബിലീവ് മീ, ലൈവ് സിംഗിങ് വേറെ ഒരു മേഖലയാണ്. അതിൽ എക്സൽ ചെയ്യാൻ വേറെ ഒരു തരത്തിലുള്ള കഴിവും വേണം. അപ്പോൾ രണ്ടും നമുക്ക് ബൈ എക്സ്പീരിയൻസ് ആണ് വരിക. പക്ഷേ ഫീല് കിട്ടുക എന്ന് പറഞ്ഞത് ബൈ ബർത്ത് തന്നെ ഒരംശം അത് വരണം. അത് പാടി ഫീല് വരുന്ന എനിക്ക് അഭിപ്രായമില്ല. യു ഹാവ് ടു ബി ബ്ലസ്ഡ് വിത്ത് എ ലിറ്റിൽ ഫീൽ ഇൻ യുവർ മ്യൂസിക്. മോള് അസലായിട്ട് പാടിയെന്ന്. പ്രശ്നം വന്ന ഒരു സ്ഥലങ്ങൾ പൂത്തുലഞ്ഞു തപസ്സിരുന്നു, ആ പോർഷൻസ് ആണെന്ന് ഞാൻ നോട്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ പ്രാണസഖി നീ, ഞാൻ കരഞ്ഞു തുടങ്ങിയ പോർഷൻസ് എക്സലൻ്റ് ആയിരുന്നു. വളരെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് പാടി. ഇത്രയേ പറയാനുള്ളൂ. വേദ്പാൽ വർമ്മ, ശ്രീകുമാരൻ തമ്പി എന്നിവർ ചേർന്ന് ഒരുക്കിയ ഈ മനോഹരമായ ഗാനം ദാസേട്ടനും സുശീലാമ്മയാണ് പാടിയിരിക്കുന്നത്. നമുക്ക് ഒരിക്കൽ കൂടി മോളിലൂടെ ഈ പാട്ട് കേൾക്കാൻ സാധിച്ചു. താങ്ക്സ് അലോട്ട്. താങ്ക് യു ഏട്ടാ. താങ്ക് യു അനുവേട്ട. അപ്പോൾ ഫീലി, ഗ്രീഷ്മക്കുട്ടി, ഇനി നമുക്ക് മാർക്സ് അറിയാം. ബിചേട്ടാ 30-ൽ 27.75 താങ്ക് യു സാർ. ആൻഡ് എക്സ്പ്രഷൻ 2.75. താങ്ക് യു സാർ. റിമി ചേച്ചി സെയിം 27.75. ഫീലിന് 2.75. താങ്ക് യു ചേച്ചി. അനുവേട്ട മോളെ 28 out of 30 താങ്ക് യു. ആൻഡ് 3.75 on 4. താങ്ക് യു ജഡ്ജസ്. അപ്പം ഗ്രീഷ്മക്കുട്ടി, യുവർ ടോട്ടൽ സ്കോർ ഈസ് 92.75 out of 100. താങ്ക് യു. നല്ല സ്കോറാണ് ഗ്രീഷ്മ. ഹാപ്പി ആയല്ലോ. ഇനി അടുത്ത പെർഫോമൻസ്